ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നും അല്ല. ഞാന് ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം ഷട്ടിലൊക്കെ കളിക്കാൻ പോയ ദിവസം അവിടെ കുറച്ച് ഈ മറ്റേ പച്ചപ്പുല്ലിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് പോയ സമയത്ത്, വണ്ടിയിൽ പോയ സമയത്ത് അവിടെ ഇഷ്ടംപോലെ പൂക്കൾ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് പൂക്കൾ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. എവിടെയെങ്കിലും പൂവ് കണ്ട അവിടെ നിൽക്കും. ഈ നമ്മളെ ഈ കാറ് നല്ല വണ്ടിയൊക്കെ നല്ല ബൈക്കൊക്കെ കണ്ട നിൽക്കുന്ന പോലെ ഇവള് പൂക്കള് കണ്ട, ചെടികൾ കണ്ട അവിടെ ഇങ്ങനെ 10 മിനിറ്റ് വായും പൊളി നിൽക്കും. അപ്പൊ അതെനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇതിലെ പോവാണോ? ഞാൻ കാണിച്ചു തരട്ടാ. അത് കാണുന്നുണ്ടോന്നറിയില്ല. മറ്റേ അതിനെന്താ പറയാ, പെൻസാണോ പറയുന്നേ? പെൻസിന്റെ അടിയിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കള്. അത് ഒറിജിനലാടാ. പിന്നെ പ്ലാസ്റ്റിക്. എന്റെ മുന്നോ അടിപൊളിയുണ്ടത്. അമ്മ കാണണം. അമ്മ കണ്ട അത് അത് ഇപ്പഴല്ലേ, നീ ഇത് കഴിയുമ്പോ കണ്ടോ, കൊറേ കഴിയുമ്പോ ഇവിടെ ഫുള്ള് പൂക്കളും ഇലകളൊക്കെയാവും. ഇപ്പഴല്ലേ ഒരുമാതിരി തുണിയിലാണ്ട് നിൽക്കുന്ന പോലെ മരങ്ങൾ നിൽക്കുന്നു. കുറെ കഴിയുമ്പോ മരങ്ങളിലെല്ലാ പൂക്കളും എല്ലാം വരും. നല്ല ഭംഗിയായിരിക്കും സ്പ്രിംഗ് ഒക്കെ ഇവിടെ വരുമ്പോ. അല്ലേ, എടുത്തു പറയേണ്ട പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ പക്ഷികളൊക്കെ ഗുണ്ട് പക്ഷികളൊക്കെ. നമ്മുടെ അവിടുത്തെ പക്ഷികൾ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയിലിരിക്കുക. ഇവിടുത്തെ ഗുണ്ട് പക്ഷികളാണ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാരും തീറ്റ കൊടുക്കും. പ്രാവുകൾക്കാണേലും എല്ലാം കൃത്യം സമയത്ത് എല്ലാം ഫുഡ് കൊടുക്കും. അവിടെ നാട്ടിലാണെങ്കിൽ അതിന്റെയൊക്കെ ആയിരിക്കാം ഇവിടത്തെ പ്രാവുകളൊക്കെ നല്ല ഗുണ്ടും പോലെ ഇരിക്കുന്നത്. മേ ബി ഇലകളൊക്കെ അത്യാവശ്യം കിളിർത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ വീടുകളുണ്ടോ എല്ലാം ഒരേപോലെ ഇരിക്കുക. ഇപ്പൊ ഞാനെങ്ങാനും എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പേടിയാ. എന്താന്ന് വെച്ചാ എല്ലാം ഒരേപോലത്തെ വീട്. ഇപ്പൊ ഇതേ പ്രശ്നം തന്നെ ഞാനും ഫേസ് ചെയ്തായിരുന്നേ. ഞാൻ ലണ്ടനിലുള്ള സമയത്ത് ഇതേപോലെ തന്നെയാണല്ലോ ലണ്ടനിലും. ലണ്ടനിൽ ഇറങ്ങിക്കഴിഞ്ഞ് ബസ് സ്റ്റോപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാപ്പ് ഇടണം. മാപ്പ് ഇടാതെ നടക്കില്ല. എല്ലാവിടെയും നോക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും. ഇതേ നമ്മളിപ്പോ പോകുന്ന റോഡല്ലേ, ഈ റോഡ് കഴിഞ്ഞ് അപ്പുറത്തെ റോഡിലും പോക്കോ ഇതേ സാധനം. അതുകൊണ്ട് എനിക്ക് കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര പേടിയാണ്. കാര്യം വഴി തെറ്റി പോയാ. അല്ല, മാപ്പ് ഇട്ടാ മതി. ഇവിടെ നിന്ന് ഇപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോ എങ്ങോട്ടാണെങ്കിലും മാപ്പ് ഇടുക. മാപ്പ് ഇടുവാണെങ്കിൽ എല്ലാം കൃത്യം കാണിക്കുക. എവിടെയാണ് പോകുന്ന കാര്യം എല്ലാം കാണിക്കും. പിന്നെ എനിക്കിപ്പോ പേടി തോന്നി എന്താ അറിയോ, ഇപ്പൊ അവിടുത്തെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇപ്പൊ മറ്റേ ഇതാണ് മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ഫോണും അത് ഇതൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ലേ? പിന്നല്ലേ, അതുണ്ട്. ഇവിടെ ഉണ്ട്. എന്റെ എത്ര കൂട്ടുകാരന്മാർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയോ? ഫോൺ തട്ടിപ്പറിച്ചോണ്ട് പോകുക. നമ്മൾ ഭയങ്കര സേഫ് ആയിട്ട് ചെയ്യണം. ഇപ്പം ഈ നമ്മളിപ്പോ ഈ പിടിക്കുന്ന ക്യാമറ വരെ നല്ല സേഫ് ആയിട്ട് വെക്കണം. കാരണം ഞാനത് ഇടക്കിടക്ക് നോക്കണം ആരെങ്കിലും വരുന്നുണ്ടോ. ഈ ബൈക്കിലൊക്കെ വരുന്ന ആൾക്കാര് ബൈക്കിലും പിന്നെ ഈ ഇലക്ട്രിക് സൈക്കിളൊക്കെ ഇല്ലേ, ഇലക്ട്രിക് സൈക്കിളൊക്കെ അവര് വന്ന് ഒറ്റ സ്പീഡിൽ അങ്ങ് വരും. ഒറ്റ തട്ടിപ്പ്. നമുക്ക് പിന്നെ പുറകെ ഓടിയാലൊന്നും കിട്ടുന്നില്ല. ഒറ്റ പിടുത്തം ഒറ്റ പോക്കുമായിരിക്കും. എനിക്ക് അത് കാരണം ഈ ക്യാമറ ഒക്കെ പുറത്തെടുക്കാൻ ഭയങ്കര പേടിയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല എന്താ പറയാ, നല്ല രസമുണ്ട്. അതല്ല, ഐ മീൻ അതന്നെ. ഇപ്പൊ ഞങ്ങള് വണ്ടി ക്രൂസ് ചെയ്യുന്ന നേരത്ത് അവര് ഇങ്ങനെ കാണിക്കുന്നത് താങ്ക് യു ആണ്. ഇങ്ങനെ കാണിക്കണതാ. നമ്മളിപ്പോ വണ്ടി ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് വരുക, അവര് നമുക്ക് വേണ്ടി നിർത്തി തന്നു. അപ്പൊ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം. അതിന്റെ അർത്ഥം താങ്ക് യു എന്ന് പറഞ്ഞാ. നോക്കിയേ, അതുകൊണ്ടോ പൂവ് ഫുൾ പൂക്കൾ. ഇതൊന്നും അല്ല, അവിടെ ഫുള്ളും പൂക്കൾ ഉണ്ടാവുന്ന പറയണേ. എന്തുവാടി ഇതൊക്കെ കണ്ടിട്ടാണ് നീ ഇങ്ങനെ അതിശയിക്കണത്? ഇതവര് നട്ടതാണ്. എല്ലാവരും നട്ടതാടി. പക്ഷെ അവിടെയാ തോന്നുന്നു കുറച്ചുകൂടെ കൂടുതൽ. അതാ നോക്ക്, പല കളറില് നമ്മള് പ്ലാസ്റ്റിക് പൂക്കള് നിലത്തിടില്ലേ, അതുപോലെ നോക്ക്. സിനിമയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ.
എങ്ങോട്ടീ പോണേ പ്രാന്തി? ഞാനിത് എന്നും കാണുന്നു, നീയല്ലേ കാണാത്തത്? നീ എല്ലാം കാണ്. എടീ കയറി ചവിട്ടണ്ട കേട്ടാ. അടുത്തുനിന്ന് കാണുമ്പോ അത്രയ്ക്ക് എഫക്റ്റ് ഇല്ല, ദൂരേന്ന് കാണുമ്പോ നല്ല രസമുണ്ട്. അമ്മ ഉണ്ടാ പറയും, എടുക്കടി പറക്കടി പറക്കി, നമുക്ക് വിത്ത് വേണം അല്ലെങ്കിൽ തൈ വേണം എന്ന് പറഞ്ഞിട്ട് പൊക്ക് പൊക്ക് പറയും. ഇവിടെ മാത്രല്ല, അവിടെ ബാക്കിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. പക്ഷെ അവിടെ കുറച്ച് കളർഫുൾ അല്ല, ഒരു വൈറ്റും വയലറ്റും പൂക്കളും മാത്രം കാണാൻ പറ്റും. അപ്പോ ഈ ഇതിലും നല്ലൊരു വീഡിയോയുമായി വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരിക്കും. ബൈ.